ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ഒരു ഡെക്കേഡായിട്ട് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ എന്നിരുന്നാലും പ്രത്യേകിച്ച് കേരളത്തിലെ കസ്റ്റമേഴ്സിന് ഒരു ആക്സെപ്റ്റൻസ് ലെവൽ കുറവാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ്, അതാണ് ഒരു ആങ്സൈറ്റി. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ പുതുപുത്തൻ ഡീലർഷിപ്പായ ലക്സൺ ടാറ്റയിലാണ്. അപ്പോൾ ലക്സനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇത് ഏത് ഗ്രൂപ്പാണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം. നിപ്പോൺ ടൊയോട്ട നമുക്ക് എല്ലാവർക്കും അറിയാം. ടൊയോട്ടയുടെ നമ്പർ 1 ഡീലർഷിപ്പാണ് കേരളത്തിൽ. അപ്പം ടൊയോട്ടയുടെ ക്വാളിറ്റി ഓഫ് സർവീസ് അറിഞ്ഞിട്ടുള്ളവർക്ക് എല്ലാം അറിയാം എത്രത്തോളം പ്രൊഫഷണലി ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അതേ ഗ്രൂപ്പ് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ പുതിയ ഡീലർഷിപ്പും ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. പല ഡീലേഴ്സും ഫോക്കസ് ചെയ്യുന്ന സെയിൽസിലാണെങ്കിൽ ലക്സൺ ടാറ്റയുടെ മെയിൻ USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് തന്നെയാണ്. അപ്പം സർവീസ് ആസ്പെക്ട്സിൽ ഇവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ടൈം, എഫേർട്ട്, ഹ്യൂമൻ റിസോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഏറ്റവും ബെസ്റ്റ് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് കസ്റ്റമേഴ്സിന് എങ്ങനെ ലഭിക്കും എന്നുള്ളതിന് ആണ് ലക്സൺ ടാറ്റയുടെ ഫോക്കസ്. ലക്സൺ ടാറ്റയുടെ ഈ പർട്ടിക്കുലർ സർവീസ് സെൻറ്റർ കോട്ടയത്ത് തെള്ളകം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ടൊയോട്ടയുടെയൊക്കെ സർവീസ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ സർവീസ് ക്വാളിറ്റി ദ ബെസ്റ്റ് ആണ്. ഒപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ വെയിറ്റിംഗ് ഏരിയയിൽ ആ ലോഞ്ചിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നതും വളരെ മികച്ച രീതിയിലാണ്. അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇവിടെയും റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഈ സർവീസ് സെൻറ്റർ കണ്ടാൽ മനസ്സിലാവും. ഇത് 2 ഫ്ലോർസിലായിട്ട് വെയിറ്റിംഗ് ലോഞ്ചസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് വരുമ്പോഴും ഫസ്റ്റ് ഫ്ലോറിൽ വിത്ത് ഫാമിലി വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ പല ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെയും കാണുന്ന പോലെ ഈ ഒരു സർവീസ് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഓഫീസാണ്. ഇവിടെ നമുക്ക് ട്രെയിനിങ് റൂംസ് കാണാം, കോൺഫറൻസ് റൂംസ് കാണാം, പിന്നെ ഡൈനിങ് ഏരിയ, അങ്ങനെ വളരെ വിപുലമായ ഒരു രീതിയിലാണ് ഇവർ ഈ ഒരു സർവീസ് സെൻറ്ററിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് ഒരു ടുവേർഡ്സ് ഗ്രീൻ പ്ലാനറ്റ് എന്നുള്ള ആ ഒരു വിഷനുമായിട്ടാണ് പല പ്രൊഡക്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എസ്പെഷ്യലി EVs. അതേ ചുവട് വെച്ചാണ് ലക്സോണും ഈ ഇതിൻ്റെ ഓവറോൾ തീം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല, ശരിക്കും ഒരു നാച്ചുറൽ പ്ലാന്റ് ആണ്. അതിന് വെള്ളം ഒഴിച്ച് അവർ പരിപാലിക്കുന്നു. അത് നമ്മൾ ഓരോ നുക്ക് ആൻഡ് കോർണറിൽ പോയി കഴിഞ്ഞാലും അത് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ശരിക്കും ലക്സൺ ടാറ്റ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ടാറ്റയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സർവീസ് സെൻറ്റേഴ്സ് ഇൻ കേരള ആണെന്ന്. ഈ ഫെസിലിറ്റീസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുക തന്നെ ചെയ്യും. നമ്മൾ ഒരു സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അനോയിങ് ആയിട്ട് തോന്നുന്നത് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഒരു പ്രോപ്പർ കംഫർട്ട് കിട്ടാത്തതാണ്. ടാറ്റയുടെയൊക്കെ സർവീസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ്, പ്രോപ്പർ എയർ കണ്ടീഷനിങ് ഇല്ല, അതല്ലെങ്കിൽ എല്ലായിടത്തും ഓയിൽ സ്പിൽ ഓവറായിട്ട് കിടക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഇമേജാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ ലക്സണിൻ്റെ ഒരു സർവീസ് സെൻറ്ററിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിലേക്ക് പോകുന്ന പോലത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ. നമുക്ക് ടീ, കോഫി, സ്നാക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഒരു കസ്റ്റമറിനെ എത്ര കംഫർട്ടബിളായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാം അവർ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിലും നമുക്ക് നിലവിൽ ഇപ്പം ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സർവീസിന്റെ ഫെസിലിറ്റി നമ്മൾ ഫുള്ളി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സർവീസ് സെന്റർ ആണെങ്കിലും ബോഡി ഷോപ്പിന്റെ ഏരിയ ആണെങ്കിലും പാർക്കിംഗ് സെക്ഷനും പിന്നെ നമ്മുടെ ഫ്രണ്ട് ഓഫീസിന്റെ റിസപ്ഷനും ഫസ്റ്റ് ഫ്ലോറിലുള്ള കാര്യങ്ങൾ ഫുള്ളും നമ്മൾ കസ്റ്റമേഴ്സിനെല്ലാം നമുക്ക് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മുടെ ലെക്സോൺ ഏറ്റുമാനൂർ വരുന്ന സമയത്ത് നമ്മൾ ഫെസിലിറ്റി വോക്കിന് വേണ്ടി നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെസിലിറ്റി കൊടുക്കുന്നതെന്ന് വെച്ചാൽ വർക്കിംഗ് ടൈമിന്റെ ഇടയിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ രാവിലെ വണ്ടി റിസീവ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറോട് നമ്മളൊരു ഓഫർ പോലെ വികസനം ഫെസിലിറ്റി, അത് ഫസ്റ്റ് വിസിറ്റ് കസ്റ്റമേഴ്സിന് മാത്രം.
കാരണം ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമർ, കാരണം നമ്മൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്രാൻഡാണ്, ഡീലർഷിപ്പാണ്. അപ്പൊ നമ്മുടെ ഫെസിലിറ്റി എന്താണെന്ന് കസ്റ്റമർ അറിയാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ രാവിലത്തെ ആ ടൈമിൽ നമ്മൾ കസ്റ്റമർക്ക് സർവീസ് അഡ്വൈസർ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യും. വണ്ടി സർവീസ് ചെയ്യുന്ന കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാതെ വേറെ പിന്നെ നമുക്ക് CCTV ക്യാമറ വിഷ്വല് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സർവീസ് കോസ്റ്റ് കൂടുതലാണ് OEയിൽ തന്നെ ചെയ്ത. രണ്ടാമത്തെ കാര്യം പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ആ പാർട്സ് മാറി ഈ പാർട്സ് മാറി, ആക്ച്വലി ഇത് മാറുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളെ ഒരിക്കലും അങ്ങോട്ട് കടത്തി വിടില്ല. ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മളെ ബേ കാണാനോ അല്ലെങ്കിൽ എന്താണ് ആക്ച്വൽ പ്രോസസ്സ് നടക്കുന്നതെന്നോ അറിയാൻ ഒരു മാർഗമില്ല. പല മാനുഫാക്ചറേഴ്സും അങ്ങനെയാണ്. അത് സർട്ടൻ പ്രോട്ടോകോൾസ് ആയിരിക്കും, പല റീസൺസും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ പല ഡൗട്ട്സ് ഉണ്ടാവും. നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഫെസിലിറ്റി വോക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പൈപ്പ് ലൈനിലാണ് നമുക്കൊരു ഫ്രണ്ടില് കസ്റ്റമർ റിസപ്ഷൻ ഏരിയയിൽ നമുക്ക് വർക്ക്ഷോപ്പിന്റെ ഒരു 65 ഇഞ്ചിലുള്ള ഒരു ഡിസ്പ്ലേ വീഡിയോ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കസ്റ്റമേഴ്സിന് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫ്ലോറിൽ എന്താണ് കാര്യങ്ങൾ, അവരുടെ വണ്ടിയുടെ സർവീസ് ഫുൾ കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വാച്ച് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പം ക്യാബ് ഡ്രൈവേഴ്സ് മാത്രമല്ല, ഈവൻ പേഴ്സണൽ ആയിട്ട് ഡെയിലി കമ്മ്യൂട്ടിന് വേണ്ടിയിട്ടാണ് വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരു സർവീസിന് വേണ്ടി കണ്ടമാനം ടൈം സ്പെയർ ചെയ്യാൻ ആരുടെ അടുത്തും ഇല്ല. അപ്പം എനിക്ക് തോന്നുന്ന ടൊയോട്ട പോലെയുള്ള പല മാനുഫാക്ചറേഴ്സും ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പ്രസ് സർവീസിനോ പലരും പല നോമൻക്ലേച്ചേഴ്സ് ആണ് പറയുന്നത്. അതായത് 60 മിനിറ്റ്സിൽ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഓക്കെ ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ സ്പീഡ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞൊരു നമുക്ക് 2 വേ ഉണ്ട്. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ്സ് ഇല്ലാത്ത വണ്ടികൾ, നോർമൽ കംപ്ലൈൻറ്റ്സ് ഇല്ലാതെ ഫ്രീ സർവീസ് മൈനർ സർവീസ് വണ്ടികളെല്ലാം നമുക്ക് സ്പീഡ് ഓഫ് വേയിൽ അലോട്ട് ചെയ്ത് കൊടുത്താൽ ഒരിക്കലും നമുക്ക് ബേ വർക്ക് 1/90 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ കൺസേണോ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങൾ നോർമൽ സർവീസ് മാത്രമായിരിക്കും നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും പേ ചെയ്യണോ? അതായത് ക്വിക്ക് ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് അപ്പോയിന്റ്മെന്റ് ത്രൂ ആയിരിക്കും നമുക്ക് സ്പീഡ് ഓഫ് സർവീസും നോർമൽ സർവീസും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. നമുക്ക് ടോൾ ഫ്രീ നമ്മുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അപ്പോയിന്റ് നമ്പറിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റും ടൈമും സ്ലോട്ടും അവർ തരും. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ അഡീഷണൽ കോസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. പുതിയൊരു സർവീസ് സെന്റർ അല്ലെങ്കിൽ പുതിയൊരു ഡീലർഷിപ്പ് ആയതുകൊണ്ട് പലർക്കും ഉള്ള ഒരു സംശയം, ഇൻക്ലൂഡിങ് എനിക്ക് പോലും തോന്നിയ ഒരു സംശയമാണ്. അപ്പം പലരും ടാറ്റയുടെ ഒരുപാട് പഴയ വണ്ടികൾ യൂസ് ചെയ്യുന്നവരുണ്ട്. സുമോ, സഫാരി, പഴയ സഫാരി കേട്ടോ, ഇൻഡിക്ക, നാനോ, അങ്ങനെയുള്ള വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നേരത്തെ സർവീസിൽ അത്ര തൃപ്തരല്ലാത്തത് കൊണ്ടായിരിക്കും അവർ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ കേറ്റർ ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ സെല് ചെയ്യുന്ന വണ്ടികളുടെ മാത്രം സർവീസേ ചെയ്യുള്ളൂ? പഴയ മോഡൽ വണ്ടികളുടെ പാർട്സിന് കുറച്ച് ഡിലേ വരും, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്നാലും പാർട്സ് അവൈലബിലിറ്റി നമുക്ക് പ്ലാനിൽ ഉണ്ടെങ്കിൽ 100% നമ്മൾ ചെയ്തു കൊടുക്കും. പാർട്സിന്റെ റിക്വയർമെന്റ് ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് ഡിലേ ചെയ്യുന്നത് വരത്തുള്ളൂ. ടാറ്റയുടെ പുതിയ വാഹനങ്ങൾ മാത്രമല്ല, പഴയ വാഹനങ്ങൾ പോലും നമുക്ക് ലക്സൺ ടാറ്റയിൽ സർവീസ് ചെയ്യാവുന്നതാണ്. ടാറ്റ മാത്രമല്ല, പല മാനുഫാക്ചറേഴ്സിന്റെ വെഹിക്കിൾസും വൺസ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്രീ സർവീസിന്റെ കാലഘട്ടത്തിൽ മാത്രം സർവീസ് സെന്ററിൽ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യും. അത് കഴിഞ്ഞ് ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്, ഡ്യൂ ടു വേരിയസ് റീസൺസ്. ഒന്ന് കോസ്റ്റ് ആയിരിക്കാം, 2 തൊട്ടടുത്താണ്, എളുപ്പമുണ്ട്. ചിലപ്പോൾ ഇതിപ്പോ കോട്ടയത്തേക്ക് വണ്ടി ചിലപ്പം 20-30 കിലോമീറ്റർ ഒക്കെ ഓടിച്ചുകൊണ്ട് വരണം. അപ്പൊ കസ്റ്റമർ നോക്കുമ്പം എന്റെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാനുഫാക്ചറർ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് അവരുടെ ഓൺ സർവീസ് സെന്ററിൽ കൂടെയാണ്. അത് എന്തുകൊണ്ടാണ്? അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇതിപ്പം ലോക്കലി ചെയ്യാന്നല്ലേ ഉള്ളൂ, എന്തെങ്കിലും റീസൺ ഉണ്ടോ? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വണ്ടി സർവീസ് സെന്ററിൽ നോർമൽ ഒരു വണ്ടി ഫ്രീ സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പല കസ്റ്റമേഴ്സാണ് ചിലപ്പം എൻ്റെ ഫ്രീ സർവീസ് പീരീഡ് കഴിഞ്ഞു, ഇനി എനിക്ക് സർവീസ് സെന്ററിൽ വരേണ്ട ആവശ്യമില്ല. ചില കസ്റ്റമേഴ്സ് ലോക്കൽ വർക്ക്ഷോപ്പിൽ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ ഒരു കാര്യമാണ്. കാരണം സർവീസിൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു
ഒരു എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ മെയിനായിട്ട് ഒരു സസ്പെൻഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കോ അല്ലെങ്കിൽ വേറെ എൽസ് എന്തെങ്കിലും ആകട്ടെ, നമുക്ക് അതിനകത്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ചെയ്യുന്ന ഒരു ഹാൻഡ് ടൈറ്റും കാര്യങ്ങളും മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെതായ ടോർക്കിലും അതിൻ്റെതായ സ്പെഷ്യൽ ടൂളിലും ആണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാറണ്ടി, അതായത് നോർമൽ വാറണ്ടി പീരീഡ് മാത്രമല്ല, നമുക്ക് വണ്ടി എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ ചെയ്യും. നമ്മളിപ്പം ടാറ്റ പോലെയുള്ള വണ്ടികളിൽ, ഇപ്പം ഈവൻ സഫാരി, ഹാരിയർ ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ പാർട്സിന്റെ ഹൈ വാല്യൂ ഐറ്റംസ് പല പാർട്സുകളും ഉണ്ടാകും. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസിൽ നമ്മളിത് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഈ പാർട്സ് എന്തെങ്കിലും ഡിഫക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടിയിൽ കവർ ആകത്തില്ല. ടാറ്റ സർവീസിൽ പല കാര്യങ്ങളും നല്ല രീതിയിൽ കിലോമീറ്ററും മന്തും ആണെങ്കിലും സർവീസ് ഹിസ്റ്ററിയിൽ ഡീവിയേഷൻ ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ടുള്ള സർവീസസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 1,00,000 കിലോമീറ്റർ വരെ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയിൽ കവറപ്പ് ആയി കിട്ടും. എന്താ പറയുക, മെക്കാനിക്കൽ വർക്ക് ഒരിടത്ത്, സർവീസ് റിലേറ്റഡ് അങ്ങനത്തെ ഇതൊക്കെ ഒരിടത്തും, പിന്നെ ബോഡി ഷോപ്പ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരിടത്തും, അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് അങ്ങനത്തെ സംഭവങ്ങൾ, വാല്യൂ ആഡഡ് സർവീസസ്, അതല്ലെന്നുണ്ടെങ്കിൽ വീൽ അലൈൻമെന്റ്, അതൊക്കെ പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്യണം. നിങ്ങൾക്ക് പല ടൈപ്പ് ഫ്യൂവൽസ് ഉണ്ട് അല്ലെ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ തന്നെ പെട്രോൾ, ഡീസൽ, CNG ഉണ്ട്, പ്ലസ് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്. ഇതിൻ്റെ എല്ലാം സർവീസ് ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതാണ്. അത് എല്ലാം ഒരു കുടക്കീഴിലാണോ അതോ പലയിടത്താണോ? ഒരു കസ്റ്റമർ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ സർവീസിന് ഒരിടത്ത് കൊണ്ടുവരണം, പിന്നെ ബോഡി ഷോപ്പ് ആണെങ്കിൽ വേറൊരിടത്ത് കൊണ്ടുവരണം, പെയിന്റിങ് ആണെങ്കിൽ വേറൊരിടത്ത്, അലൈൻമെന്റ് അങ്ങനെയാണോ? ഇപ്പം ഒരു ഡീസൽ വണ്ടിയുള്ള ആളെ കൊണ്ടുവരുന്നിടത്ത് തന്നെ EV ഉള്ള ആളും കൊണ്ടുവരാൻ പറ്റുമോ? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മളിത് മൊത്തം 4.5 ഏക്കർ സ്ഥലമാണ് നമുക്ക്. ഇതിനകത്ത് തന്നെയാണ് ഈ ഫെസിലിറ്റികളെല്ലാം വരുന്നത്. അതിന് സെപ്പറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവീസ് ചെയ്യുന്നത് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടുണ്ട്. അതിൽ തൊട്ടടുത്ത് തന്നെയാണ് ബോഡി ഷോപ്പ്. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ബേസിലാണ് സെറാമിക് സ്റ്റുഡിയോ, വാഷിംഗ്, എല്ലാം ഒറ്റ കോമ്പൗണ്ടിന്റെ അകത്താണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു സർവീസ് സെന്ററിൽ നിന്ന് മാറി ബോഡി ഷോപ്പ് വർക്ക് ചെയ്യണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കെല്ലാം ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. സെപ്പറേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബോഡി ഷോപ്പ്, സർവീസ്, വാഷിംഗ്, സെറാമിക് എന്ന് പറഞ്ഞ സെപ്പറേഷൻ ഉണ്ടെന്ന് മാത്രമല്ല, അല്ലാതെ വേറെ ഏരിയയിലും ലൊക്കേഷനൊന്നും അല്ല, ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് നമുക്ക്. ഇതിപ്പോ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? നമ്മൾ ജൂൺ 16 സ്റ്റാർട്ട് ചെയ്തത്, 2023. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫെയർലി പുതിയ ഒരു സെറ്റപ്പ് ആണ് അതല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഒന്ന് നിങ്ങൾ പറഞ്ഞു ലൈവായിട്ട് നമുക്ക് എന്താണ് വേയിൽ നടക്കുന്നത് എന്നുള്ളത് കസ്റ്റമേഴ്സിന് വിഷ്വലി കാണാൻ പറ്റും ബിഗ് സ്ക്രീനിൽ. അതല്ലാതെ വേറെ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? അതുകൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ജൂൺ 16 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് മന്ത് നമുക്ക് ഗ്രാജുവലി ആണ് ലോഡ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഫസ്റ്റ് മന്ത് നമുക്കൊരു 100-101 വണ്ടികളാണ് റിപ്പോർട്ട് ചെയ്തത്. അത് ബൈ നെക്സ്റ്റ് മന്ത് ആയിട്ട് നമുക്ക് പെർ ഡേ ഒരു 15 വെഹിക്കിൾസ് നമുക്ക് സർവീസ് പ്ലസ് ബോഡി ഷോപ്പ് റിപ്പോർട്ട് ചെയ്തു. അതൊരു ആഫ്റ്റർ 2 months കഴിഞ്ഞപ്പോഴത്തേന് ഒരു 25 സ്റ്റേബിളായി. നമുക്ക് ഇപ്പം നിലവിൽ നമുക്ക് ഈ മാസം, കഴിഞ്ഞ മാസം നമ്മൾ 1007 ജോബ് കാർഡ് നമ്മൾ ഓപ്പൺ ചെയ്തു. 1 വെഹിക്കിൾ നമ്മൾ റിസീവ് ചെയ്തു. നമ്മുടെ ഭാവിയിലോട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മെക്കാനിക്കൽ ആണോ 2000 ചെയ്യണം എന്നാണ് നമ്മുടെ ഭാവിയിലോട്ടുള്ള ഒരു വിഷയം. പിന്നെ നമ്മുടെ ഇപ്പൊ കോട്ടയം റീജിയനിൽ നമുക്കിപ്പം കാഞ്ഞിരപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തു, കരകച്ചാല് ഈ മാസം സ്റ്റാർട്ടിങ് ആണ്. പിന്നെ നമുക്ക് പത്തനംതിട്ടയില് കൂനി, അടൂര് പൈപ്പ് ലൈനിലാണ്. പിന്നെ നമുക്ക് നിലവിൽ വൈക്കം നെക്സ്റ്റ് മന്തോടുകൂടി നമ്മൾ ഓപ്പൺ ചെയ്തു, അതും പൈപ്പ് ലൈനിലാണ്. പിന്നെ നമുക്ക് കൊച്ചിയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. ഒരു മേ ബി ഈ മാസത്തോടുകൂടി നമ്മുടെ ഹെഡ് ഓഫീസും ഓപ്പൺ ആവും. ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയത് ലക്സൺ ടാറ്റയുടെ സർവീസ് സെന്ററിനെ പറ്റിയാണ്. നമ്മൾ ലക്സൺ ടാറ്റയുടെ ഷോറൂം, കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റയുടെ ഷോറൂം കോട്ടയത്ത് നാഗമ്പടത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിപ്പ് ഷേപ്പ് ആർക്കിടെക്ചറിലാണ്. നിങ്ങൾ നിപ്പോൺ ടൊയോട്ടയുടെ ഒക്കെ ഷോറൂം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം ആ ഒരു ഡിസൈനിലാണ്. ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ മറക്കാതെ കാണുക. വാഹനങ്ങൾ മാത്രമല്ല, പഴയ വാഹനങ്ങളും നമുക്ക് ടാറ്റ ലക്സണിലൂടെ സർവീസ് ചെയ്യാൻ പറ്റും.
ടാറ്റ ലക്സന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ടാറ്റ വാഹനങ്ങൾ സർവീസ് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്യേണ്ട നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ പലർക്കും ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.